എനിക്ക് ഇച്ചിരി നല്ല നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട്. ഇതാകണ്ട നല്ലവണ്ണം കുറച്ചേ കിട്ടിയുള്ളൂ. ഭയങ്കര വിലയാണ്. ഇപ്പോൾ നെത്തോലി മീനില്ല, അത് ഭയങ്കര വിലയാണ്. എന്നാലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച നെത്തോലിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടേ. ഇനി ഞാനിതിൽ ഒരു കൂട്ട് ഉണ്ടാക്കട്ടെ, അത് കാണിച്ചു തരാവേ. കൂട്ടുണ്ടാക്കാനായിട്ടേ ഇച്ചിരി തേങ്ങ, ഒരു അരമുറി തേങ്ങ തിരുവിയിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഉലുവ എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലിപ്പോളം, കാരണം മാങ്ങ ഇടുന്നതുകൊണ്ട് പുളി കുറച്ചരച്ചാൽ മതി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ. ഉലുവയും കറിവേപ്പിലയും അവസാനമേ അരയ്ക്കുള്ളൂ. ബാക്കിയെല്ലാം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുകൂടെ ചേർത്ത് അരച്ച് കൊണ്ടുവരാം. ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഇത് മഷി പോലെ അരയേണ്ട, നെത്തോലിക്ക് ചെറിയ ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാം. ഓക്കെ, അരച്ച് കൊണ്ടുവരട്ടെ. ഇതാ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. മഷി പോലെയൊന്നുമില്ല, ചെറിയ തരിതരിപ്പുണ്ട്, അരച്ചെടുത്തിട്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് കലക്കി ഞാനൊന്ന് മീനിലോട്ടൊന്ന് ഒഴിച്ച് കാണിച്ചു തരാവേ. ഇതാ കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഗ്യാസിലോട്ട് വെക്കട്ടെ. എന്നിട്ട് ഇനി ഇതിൽ ഇട്ട് വെക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാവേ. ആ മീനൊന്ന് തിളച്ചതിന് ശേഷം ഇച്ചിരി മുരിങ്ങക്കോലും, ഇച്ചിരി വലിയ തൊണ്ടൻ പച്ചമുളകുണ്ടല്ലോ അതും, ഇച്ചിരി മാങ്ങയും കൂടെ ഒന്ന് ആ തിളയ്ക്കുന്ന സമയത്തൊന്ന് അങ്ങോട്ട് നമുക്ക് അതിലോട്ടൊന്ന് ഇടാം. ഇത് രണ്ടും ആദ്യം ഇടണം, മാങ്ങ അവസാനം ഇട്ടത്, കാരണം മാങ്ങ പെട്ടെന്ന് വെന്ത് പോവും. അതുകൊണ്ട് ഇത് ഒന്ന് ഇട്ട് ഒരു അല്പം തിളച്ചതിന് ശേഷം ഈ മാങ്ങ കൂടെ ഇടാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആ മീനിലോട്ടൊന്ന് ഇടാവേ. ചെറുതായിട്ട് തിളച്ച് വന്നു. അപ്പോൾ മുരിങ്ങയ്ക്കയും പച്ചമുളകും എല്ലാം നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇടാം. ഓക്കെ, ഇതാ നെത്തോലിയൊക്കെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങ കൂടെ ഒന്ന് അങ്ങോട്ട് ഇടുവാണേ. ഇനി ഒന്ന് അടച്ചിടാം കേട്ടോ, നല്ല മണം വരുന്നുണ്ട് നെത്തോലിയുടെ. ഇതാ അങ്ങനെ നമ്മുടെ നെത്തോലി മീൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട ഇച്ചിരി ചാറോടുകൂടിയൊക്കെ പച്ച നെത്തോലി മീൻ റെഡിയായിട്ടുണ്ട്. നല്ല മണമുണ്ട്, മാങ്ങയുടെയും പച്ചമുളകിൻ്റെയും മുരിങ്ങയ്ക്കയുടെയും ആ നല്ല നെത്തോലിയുടെയൊക്കെ നല്ല മണം. ഇത് മാത്രം മതി നമുക്ക് ഒരു പാത്രം ചോറുണ്ണാനായിട്ടും, ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് നെത്തോലി മീനൊന്ന് വെച്ച് നോക്കണേ. ബൈ.